ഈ പട്ടണത്തിൽ കൂടെ ഭാവി എന്താകുമെന്ന് അറിയാതെ, ഒരു പ്രതീക്ഷയുമില്ലാതെ, ഒരു ഭ്രാന്തനെ പോലെ നടന്ന ചരിത്രം എനിക്കുണ്ട്. എന്നെ അറിയാവുന്ന ഒത്തിരി പേര് ആ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. പക്ഷെ എന്നെ വർഷങ്ങൾക്ക് ശേഷം അതേ ദേശത്ത് എൻ്റെ കർത്താവ്, ആ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ ഒരു സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ നന്ദി പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചു, ഞാൻ നിന്ദിക്കപ്പെട്ടിടത്ത് എൻ്റെ കർത്താവ് എന്നെ മാനിച്ചല്ലോ. പക്ഷെ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു, തീർന്നില്ല. ആ മീറ്റിംഗ് കഴിഞ്ഞ് ദൈവദാസനെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വെച്ച് എൻ്റെ കർത്താവ് ആ സ്റ്റേജിൻ്റെ ബാക്കിലോട്ട് പോകാൻ പറഞ്ഞു. സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് ഞാൻ ചെന്നപ്പോൾ കാട് പിടിച്ചൊക്കെ കിടക്കുന്ന ഒരു മതിൽ. എന്നോട് കർത്താവ് പറഞ്ഞു, നീ ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്ക്, അത് വല്ല പരിചയം ഉണ്ടോയെന്ന്. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഏത് ബിൽഡിങ്ങിൽ ഇരുന്നാണോ എൻ്റെ ജീവിതം എൻ്റെ കർത്താവിന് കൊടുത്തത്, അതേ ബിൽഡിങ്ങിൻ്റെ ഒരു മതിലപ്പുറമാണ്